2016 ഇടതുപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വരുമ്പോൾ 58 സർവീസും 64 ബസ്സുകളും ഉണ്ടായിരുന്നു. KSRTC അങ്ങോട്ട് പറയണേ, ഇങ്ങോട്ട് ചോദിച്ചു. ചേട്ടാ പ്ലീസ് അങ്ങോട്ട് ചോദിക്കുക കേട്ടോ. ഇന്ന് എത്ര സർവീസ് എടുത്താ കാവേ? 34 സർവീസാണ് ഉള്ളത്. 34 സർവീസാണ് ഇന്ന് ഈരാറ്റുപേട്ടയിലുള്ളത്. ഈ അടിവാരം, കൈപ്പള്ളി, ചോളത്രം ഭാഗത്തുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ. അടിവാരം, കൈപ്പള്ളി, ചോളത്രം ഭാഗത്ത് എല്ലാവരും ഉണ്ട് ഇവിടെ. സ്റ്റേ സർവീസ് എത്രയുണ്ടായിരുന്നു ഇവിടെ? 9 അടിവാരം സ്റ്റേ ഉണ്ടായിരുന്നു, പറത്താനം സ്റ്റേ ഉണ്ടായിരുന്നു. സാറ് കൈപ്പള്ളി സ്റ്റേ വണ്ടിയൊക്കെ യാത്ര ചെയ്തിട്ടില്ലേ? ഇന്നുണ്ടോ? അത് ഇന്നുണ്ടോ? മറുപടി പറയാവുന്നേ. 5 വർഷം കൊണ്ട് എന്ത് ചെയ്ത് കൊണ്ടുവരാത്തെ? ഞാൻ മറുപടി പറയാം. ഏത് വണ്ടികളുണ്ട് ഇപ്പം? 34 സർവീസ് ആക്കി നിങ്ങൾ കുറച്ചു. എന്നിട്ട് വികസനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഭാഗത്തും വികസിപ്പിക്കണം. മറുപടി പറയേ. KSRTC കട്ടപ്പുറത്ത്. ഓക്കെ, മറുപടി പറയാമല്ലോ. KSRTC ഇടതുമുന്നണിയുടെ പ്രതിനിധിയെങ്കിലും ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുക. പറയട്ടെ മറുപടി. KSRTC ചരിത്രത്തിൽ ആദ്യമായി നടപ്പ് വർഷം ലാഭത്തിലാണ്. പറയട്ടെ. അത് വേണ്ട അതങ്ങോട്ടാ വരുന്നേ. നിങ്ങളെന്നെ വായിക്കാര് വർത്തമാനം പറയണ്ട. മറുപടി പറയാൻ എനിക്കറിയാം. മനസ്സിലായോ? ചോദ്യത്തിന് മറുപടി പറയാം. അതൊന്നും വേണ്ട. വീട്ടിൽ വെച്ചാ പ്ലീസ്. ഒരു കാര്യം, KSRTC ലാഭകരമാക്കുന്നത് അവിടെ ആത്മാർത്ഥതയുള്ള ജീവനക്കാർ പണിയെടുക്കുന്നതുകൊണ്ടാണ്. പക്ഷേ പണ്ട് കൈപ്പള്ളിക്ക് സ്റ്റേ എന്തെന്ന് ചോദിച്ചു. 5 മണിക്ക് തിരുവനന്തപുരം വണ്ടിയെ വരുമ്പോ ജോലിയുടെ കേലാത്ത ഡ്രൈവർമാരും ചക്കർമാരും അവിടെ കള്ള് ഷാപ്പിൽ പോയിരുന്ന് കള്ള് കുടിക്കാൻ യാത്രക്കാർക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു കാർഡ് ഉണ്ടെന്നും പറഞ്ഞ് അതേ കയറിയിരിക്കുമായിരുന്നു. ഞാൻ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇതെന്ത്, ഞാൻ ആ വണ്ടിയെ കയറിയാൽ ടിക്കറ്റ് എടുത്താൽ ഇരിക്കാൻ പറ്റത്തില്ല. ജീവനക്കാർ കള്ളു കുടിക്കാൻ പോവുകയാണ്. സ്ഥാപനം തകർന്ന അങ്ങനെയാണ്. ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. ഈ എന്നെ കേൾക്കുന്ന ആളുകൾക്കറിയാം, കള്ള് ഷാപ്പിന്റെ അവിടെ നിന്നായിരുന്നു ചക്രന്മാർ കയറിയിരുന്നത്. ഇപ്പൊ കൃത്യമായി പെൻഷൻ കൊടുക്കുന്നു. ഇവിടുത്തെ സർവീസ് വെട്ടിക്കുറച്ചതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങോട്ട് വരുവാന്നേ. നേരിട്ട് നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ചോദ്യം 1/2 മണിക്കൂറും ഉത്തരം 1/2 മിനിറ്റുമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഉത്തരം പറയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ഒരു സർവീസും വെട്ടിക്കുറച്ചിട്ടില്ല. ഇപ്പൊ ഈരാറ്റുപേട്ട വഴി പണ്ടുണ്ടതിനേക്കാൾ കൂടുതൽ സർവീസ് ഉണ്ട്. ഈ സ്ഥാപനത്തെ ലാഭകരമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഭരണപരിഷ്കാരം ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജീവനക്കാർ അവരുടെ പണിയെടുക്കുന്നത് വീട്ടിൽ അവർ ശമ്പളം കൊണ്ടുപോയി വീട് പോറ്റുന്നതിന് വേണ്ടിയാണ്. കൃത്യമായി ശമ്പളം കൊടുക്കുക, സ്ഥാപനം സംരക്ഷിക്കുക എന്നാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ ഏറ്റവും വലിയ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂര് അടച്ചുപൂട്ടിയപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത് ആ സ്ഥാപനം ലാഭകരമാക്കി. ഞങ്ങളെ എതിർക്കുന്ന നിങ്ങളുടെ പത്രവും ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും ഒക്കെ ഇന്ന് P. രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആ സ്ഥാപനത്തിൽ നിന്ന് അടിച്ചു തരുന്ന പത്രക്കടലാസിലാണ്. മനസ്സിലായോ? കേന്ദ്ര ഗവൺമെന്റ് വിമാനത്താവളം മുതൽ റെയിൽവേ വരെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭമാക്കി. അതുകൊണ്ടാണ് KSRTC ലാഭത്തിലേക്ക് വന്നത്. ജീവനക്കാർക്ക് ഒരു പരാതിയുമില്ല. ഇനിയും അവരെ പരാതി ഉണ്ടാകുമ്പോൾ UDF പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സൗജന്യം സ്ത്രീകൾക്ക് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, സൗജന്യം കൊടുക്കല ചോദ്യത്തിന് ഉത്തരമായില്ല എന്ന് ചോദിച്ചയാൾ പറയുന്നു. ചോദ്യത്തിന് ഉത്തരമായില്ല. അത് അവരുദ്ദേശിക്കുന്നത് പോലെ നഷ്ടകരമായി ഒരു വ്യവസായവും നടത്തിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജനസേവനത്തിനു വേണ്ടി നടത്തുമ്പോൾ ലാഭകരമായി കൊണ്ടുപോകും. ഈരാറ്റുപേട്ടയിൽ വടക്കൻ പ്രദേശങ്ങളിലേക്കോ ഈ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യത്തിനുള്ള സർവീസ് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ വന്നിട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് തന്നെ തുടങ്ങണമെന്നില്ല. ഇപ്പൊ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട്, കൊല്ലത്ത് നിന്ന് വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന്, തൊടുപുഴയിൽ നിന്ന് വരുന്നുണ്ട്, കട്ടപ്പനയിൽ നിന്ന് വരുന്നുണ്ട്. സർവീസ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈരാറ്റുപേട്ടയിൽ തന്നെ അവിടെ തന്നെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കല്ലിന് ചുറ്റും മാർക്സിസ്റ്റുകാരും. ഈ KSRTC വിഷയത്തിൽ രണ്ടുപേരുടെ അഭിപ്രായം കൂടി അറിയാൻ താല്പര്യമുണ്ട് എനിക്ക്. വിനവ മോഹൻ. നമ്മുടെ നിരവധിയായിട്ടുള്ള സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. അവിടെ പുള്ളി പറഞ്ഞത് 100% കറക്റ്റാണ്. നിരവധിയായിട്ടുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അടിവാരത്തുനിന്നും, ആ ബസ്സില്ല. അതുപോലെ തന്നെ ഒരു പകുതിയിലധികം സർവീസുകൾ അടിവാരത്തു നിന്നുള്ള ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. പിന്നെ മാവടി കുടത്തങ്ങൾ കോണലിലേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു, അത് പാടെ നിർത്തി കളഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ട ഗിരിവർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബസ്സായിരുന്നു, അതുപോലും ഇപ്പം നിർത്തലാക്കിയിരിക്കുകയാണ്. അതാണ് KSRTCയുടെ അവസ്ഥ. KSRTCയുടെ കാര്യം പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെ തന്നെ 10-15ഓളം ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. KSRTC
എന്നോട് ചോദിച്ചതിന് ഞാനിവിടെ പറയേണ്ടത് ഇത് മറുപടി പറയേ ജനാധിപത്യത്തിന് പറയട്ടെ വേണ്ടി അദ്ദേഹം. ജനാധിപത്യത്തെ പുകഴ്ത്തുന്ന നിങ്ങൾ മറുപടി പറയട്ടെ. പറയാൻ അവസരം തരുന്നില്ല. രണ്ടുപേരുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. യെസ്, നമ്മൾ ആശയപരമായല്ലേ നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ. നമ്മളെല്ലാം വേദിയിൽ നിന്ന് അതാണല്ലോ പ്രസംഗിക്കുന്നത്. അപ്പൊ ഒരുത്തം പറയുമ്പോ കൂകുന്ന സംസ്കാരം അത് നമ്മളെ പോലെയുള്ളവരല്ല. അതുകൊണ്ട് അത് ചെയ്യരുത്. എനിക്കറിയാവുന്ന കാര്യത്തിൽ മറുപടി പറയും. KSRTC യാത്രാ സൗകര്യം വളരെ കുറവായിരുന്നു. KSRTC ഏതാണ്ട് 10-20ഓളം അടുത്ത് ഷെഡ്യൂൾ വെട്ടിക്കുറച്ചു എന്ന് KSRTCയിലുള്ള നിങ്ങളുടെ CPM-ന്റെ യൂണിയനിലുള്ള ഒരു തൊഴിലാളി എന്നോട് പറഞ്ഞത്. അത് പറയുന്നത് മാന്യതയല്ലല്ലോ. അദ്ദേഹം നിഷ്പക്ഷമായിട്ട് തന്നെ പറഞ്ഞു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേറൊരു കാര്യമൂടെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിക്ക് ഒരു ദാരിദ്ര്യവും ഇല്ല. നിങ്ങളുടെ കൂടെയുള്ളവർ വാതിൽ വന്ന് മുട്ടി നിൽക്കുക. നിങ്ങളുടെ കൂടെയുള്ളവർ കൈപ്പത്തി മത്സരിക്കണമെന്നും പറഞ്ഞ് നിൽക്കുന്നത് എന്താണെന്നറിയോ? കേരളം നാളെ UDF അധികാരത്തിൽ വരുമെന്ന് വ്യക്തമായി LDFന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സംസ്കാരം. അടുത്ത ചോദ്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സുണ്ട് കേട്ടാ മതി. നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ കാണിക്കും.